ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഫേസ് പോലെ തന്നെ നമ്മുടെ കൈകാലുകളും നമ്മൾ അതിൻ്റെ സൗന്ദര്യവും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് ക്രീം വാങ്ങി അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു അടിപൊളി നൈറ്റ് റൊട്ടീൻ ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുക്കുക. വെള്ളത്തിൻ്റെ നനവ് ഒട്ടും പാടില്ല, നല്ല വൃത്തിയുള്ളൊരു ബൗൾ എടുക്കുക. അപ്പോഴാണ് ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വാസ്ലിനാണ്. വാസ്ലിന് ആർക്കും പെട്ടെന്ന് അറിയില്ല, പക്ഷേ നല്ലൊരു നമ്മുടെ മോയ്സ്ചറൈസിങ്ങും എല്ലാത്തിനും എന്തും നമ്മൾ മോയ്സ്ചറൈസിങ്ങൊക്കെ ഫേസിലിട്ട് പറഞ്ഞാൽ ഈ പുറത്തുള്ളവരൊക്കെ ചെയ്യുന്നതാണ്. വാസ്ലിന് ഒരു ലെയറായിട്ട് അതിൻ്റെ മേലെ അവർ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത് സ്കിന്നിനും കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം സ്കിന്നിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ മോയ്സ്ചറൈസിങ്ങോ സിറം അതൊക്കെ തേച്ച് കഴിഞ്ഞ ശേഷമാണ് വാസ്ലിൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നേരിട്ടിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. പക്ഷേ കാലിലേക്ക് നമ്മൾ തേക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് മോയ്സ്ചറൈസിങ് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതേപോലെ തേച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് വലിയ സ്പൂണിൽ കുറച്ചധികം വാസ്ലിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഒരു 1/4 ടീസ്പൂണും മതിയാവും. ഞാൻ ഈ സ്പൂണിൽ ഒരു സ്പൂൺ നിറച്ചും വാസ്ലിൻ എടുത്തു, അതിലൊരു 1/4 സ്പൂണ് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ സ്പൂണാണ് കേട്ടോ, ടീസ്പൂണല്ല. പിന്നെ ഒരു വൈറ്റമിൻ ഓയിൽ മതിയാവും. വൈറ്റമിൻ ഓയിൽ നമുക്ക് സ്കിന്നിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഈ ഒരു 3 സാധനം മാത്രം മതി. ഇനി വേറെ ഒരു സാധനം ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് മിക്സ് ചെയ്യുന്നതിലാണ്. ഇപ്പോൾ ഈ വാസ്ലിൻ്റെ കളർ കണ്ടോ? ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം കളർ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇനി 3 കൂടി നന്നായിട്ടൊന്ന് അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഗ്ലിസറിന് വലിയൊരു പങ്കുണ്ട്. ഗ്ലിസറിൻ്റെ സോപ്പാണെങ്കിലും ശരി, ഫേസ് ക്രീമുകളാണെങ്കിലും ശരി, വളരെ നല്ലതാണ്. ഗ്ലിസറിൻ്റെ അടങ്ങിയ സോപ്പുകളൊക്കെ നല്ല വില ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു സ്കിൻ ഗ്ലോക്ക്, സ്കിൻ സ്മൂത്താകാനൊക്കെ നല്ല എഫക്റ്റീവുള്ള സാധനമാണ്. അപ്പോൾ ഇതേപോലെ നന്നായി മിക്സ് ചെയ്യണം. പിന്നെ ഒറ്റ ദിവസത്തിൽ നിറം വെക്കും, ഒറ്റ ദിവസത്തിൽ ചുളിവുകൾ മാറും, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതൊന്നും അങ്ങനെ ഒരു ക്രീമും ഇല്ല, അങ്ങനെ ഒരു മാജിക്കും ഇല്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സ്കിന്ന് സ്വാഭാവിക നിറം നമ്മുടെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫേസ് പാക്കും ഇതൊക്കെ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ടൊന്നും റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ അത് ഈ ഓയിൽ മസാജ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്ന് കളറ് വരും. കാരണം നമുക്ക് അവിടെ ബ്ലഡ് സർക്കുലേഷനും വരും. പിന്നെ കോക്കനട്ട് ഓയിൽ നല്ലതാണ് സ്കിന്നിന് ഗ്ലോ എല്ലാം നിലനിർത്താനും. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഒരുപാട് കൂടുതൽ നല്ലത്. അതുകൊണ്ടാണ്. അല്ലാതെ ഒരു ദിവസത്തിലൊന്നും പെട്ടെന്നൊന്നും നിറമൊന്നും വെക്കില്ല. പിന്നെ പാക്ക് ഇടുകയാണെങ്കിലും കൂടി അത് ഒരു യൂസിലൊന്നും കിട്ടില്ല, ഒറ്റ യൂസിൽ നമുക്ക് കിട്ടും. നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് നമ്മൾ ചെയ്ത് വരില്ലേ, അപ്പോൾ ഉണ്ടാകുന്നൊരു ഗ്ലോ കിട്ടൂലേ, പെട്ടെന്ന് നമ്മൾ നല്ലൊരു ഫ്രഷായി തോന്നില്ല. അങ്ങനെ ഒരു ഫ്രഷായി തോന്നുന്നതാണ് പറയണത്. അല്ലാതെ സ്കിന്ന് ഒറ്റ ദിവസം കൊണ്ട് നിറമൊന്നും വെക്കില്ല. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്താൽ ഫേസിന് നല്ല ഗ്ലോ, ഫേസ് സ്മൂത്തായിട്ട് മോയ്സ്ചറൈസായിട്ടിരിക്കും, അടിപൊളിയായിരിക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ. പിന്നെ ഒരു ദിവസം തേച്ചുകൊണ്ടൊന്നും ഒന്നും ആകാനൊന്നും പോണില്ല. ഞാനിതുപോലെ കയ്യിലും കാലിലൊക്കെ രാത്രി തേക്കാറാണുള്ളത്. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി. ഫേസിൽ തേക്കുകയാണെങ്കിൽ ഇത് നേരിട്ട് തേക്കരുത്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചതായാലും ശരി, തേക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് എവിടെയെങ്കിലും നടത്തിയ ശേഷം എന്തും തേച്ചാൽ മതി. എല്ലാവരുടെയും ഒരേ സ്കിൻ ടൈപ്പല്ല, എല്ലാവരുടെയും വ്യത്യാസമായ സ്കിന്നുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതാണെങ്കിലും ഞാൻ അത് എല്ലാവർക്കും പറ്റും എന്ന് ഞാൻ പറയാറില്ല. കാരണം എല്ലാവരും പലതരം സ്കിൻ ടൈപ്പാണ്. എല്ലാവരും നോക്കിയിട്ട് പാച്ച് ടെസ്റ്റ് നടത്തിയ ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. കാരണം എൻ്റെ കൈയും കാലൊക്കെ നല്ല സ്മൂത്താണ്. എല്ലാവരും ചോദിക്കും ബേബി സ്കിന്ന് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്.
പിന്നെ ഒരു കാര്യമുണ്ട്, അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. വാസലിൻ ഒരിക്കലും വെയിലത്ത് പോകുമ്പോൾ തേക്കരുത്. രാത്രി മാത്രമേ തേക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ കൈയും കാലും എല്ലാം സോഫ്റ്റായിട്ടും നല്ല മോയ്സ്ചറൈസായിട്ടും നിലനിർത്താൻ സാധിക്കും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലായി അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.